നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ആ ബെൽ ഐക്കണിൽ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഹലോ ഫ്രണ്ട്സ്, റോ മാർക്കറ്റിംഗ് ഗേജസ് ഓമയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അഭിജിത്ത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ത്യൻ ബ്രാൻഡായ മൈക്രോമാക്സിന്റെ ഭാഗത്തു നിന്നുമുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഫോണിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. മൈക്രോമാക്സിന്റെ ഭാഗത്തു നിന്നുമുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയ മൊബൈൽ ഫോണാണ് മൈക്രോമാക്സ് ഇൻ 2B. ഫോണിന്റെ ഡിസ്പ്ലേയുടെ ഭാഗത്തുമാണെങ്കിൽ 6.58 ഇഞ്ച് HD+ LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ റിഫ്രഷ് റേറ്റ് വന്നിരിക്കുന്നത് 19 ഇഞ്ചിലാണ്. ഫോണിന്റെ ക്യാമറയുടെ ഭാഗത്തുമാണെങ്കിൽ പിറകിൽ 2 ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 13 MP മെയിൻ ക്യാമറ, അതുപോലെ തന്നെ 2 MP മാക്രോ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മുൻഭാഗത്തെ സെൽഫിയുടെ ഭാഗത്തുമാണെങ്കിൽ 5 MP ആണ് കൊടുത്തിരിക്കുന്നത്. അതും വാട്ടർ നോച്ച് ഡിസ്പ്ലേ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ പെർഫോമൻസ് സൈഡിൽ നിന്ന് നോക്കിയാൽ Unisoc T610 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മറ്റൊരു പ്രോസസ്സറുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ MediaTek G80 അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ 668 കമ്പയർ ചെയ്യുന്നതാണ്. അതുപോലെ ഇതിന്റെ മറ്റൊരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ OS വന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡിലാണ്. അതുകൊണ്ട് തന്നെ ബ്ലോട്ട്വെയറും അഡ്വർടൈസ്മെന്റും മറ്റുമായി ഈ ഫോണിൽ കാണാൻ സാധിക്കുകയില്ല. ഈ ഫോൺ വന്നിരിക്കുന്നത് ആൻഡ്രോയിഡ് 11 അധിഷ്ഠിതമാണ്. ഇതിന്റെ റാം ടൈപ്പ് വന്നിരിക്കുന്നത് LPDDR4X റാം ആണ്. സ്റ്റോറേജ് വന്നിരിക്കുന്നത് EMS 5.1 ആണ്. ഇതിന്റെ മറ്റ് ഫീച്ചേഴ്സ് ആയ ഡ്യുവൽ വോൾട്ട് 5G, അതുപോലെ തന്നെ വൈഫൈ കോളിംഗ് പോലെയുള്ള സംവിധാനം ഇതിൽ നൽകിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.0, അതുപോലെ തന്നെ OTG സപ്പോർട്ടും കൂടി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിന്റെ ബോഡി വന്നിരിക്കുന്നത് മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ വലതുവശം നോക്കിയാൽ പവർ ബട്ടണും വോളിയം ബട്ടണും കാണാവുന്നതാണ്. ഇടതുവശം നോക്കിയാൽ സിം ട്രേ കൊടുത്തിരിക്കുന്നു. ഇത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണ്. ഫോണിന്റെ താഴെ നോക്കിയാൽ Type-C ചാർജർ സ്പോട്ട്, അതുപോലെ തന്നെ മെയിൻ മൈക്രോഫോൺ, കൂടാതെ 3.5 mm ഓഡിയോ ജാക്കറ്റും കാണാവുന്നതാണ്. ഇതിന്റെ സ്പീക്കർ കൊടുത്തിരിക്കുന്നത് പിറകിൽ ഭാഗത്താണ്. അവിടെ തന്നെയാണ് ഇതിന്റെ ഫിംഗർ പ്രിന്റ് സംവിധാനവും കൊടുത്തിട്ടുള്ളത്. ഫോണിന്റെ ബാറ്ററിയുടെ ഭാഗമാണെങ്കിൽ 5000 mAh ലിഥിയം അയൺ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ചാർജിങ്ങിനായി നോർമലി 10 വാട്ടിന്റെ ചാർജറാണ് ഫോണിന്റെ ബോക്സിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത് 190 ഗ്രാം ആണ്. ഈ ഫോൺ 2 വേരിയന്റിൽ ലഭ്യമാണ്. 4GB RAM 64GB സ്റ്റോറേജ്. ഇതിന്റെ റേറ്റ് വരുന്നത് 8000 രൂപയാണ്. അതുപോലെ തന്നെ 6GB RAM 64GB സ്റ്റോറേജ്, ഇതിന്റെ റേറ്റ് വരുന്നത് 9000 രൂപയാണ്. ഈ മൊബൈൽ നമുക്ക് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ വാങ്ങാവുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.